എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും എജു മൈൻഡിന്റെ ഈസി ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് +2 ഇക്കണോമിക്സ് ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, മൈക്രോ ഇക്കണോമിക്സ് ക്ലാസ്സുകളാണ്. അപ്പോ ഞാൻ എന്റെ യൂട്യൂബിന്റെ ചാനൽ ശ്രദ്ധിച്ച സമയത്ത് ഒരുപാട് ആളുകൾ വ്യൂവേഴ്സ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് റെഡിയാക്കി തരാം. ഓക്കെ, റെഡി ആയില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മളെ ഫൈസ് ഫോം പറഞ്ഞിരിക്കുന്നതാണ്, റെഡി ആയില്ലെങ്കിൽ എന്തില്ല, നമുക്കൊരു കുഴപ്പവും ഇല്ല. ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലാസ് തുടർന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് എക്കണോമിക്സിലെ ഡിമാൻഡിന്റെ ഭാഗമാണ് പറഞ്ഞത്. സെക്കൻഡ് ചാപ്റ്ററിൽ ഡിമാൻഡിന്റെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നും ഡിമാൻഡിന്റെ കുറച്ച് ഭാഗങ്ങളാണ് പറയാനുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ചോദനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്, ചോദനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ചോദനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ് ചോദനത്തെ നിർണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ പറഞ്ഞു, അത് ഏതായിരുന്നു, പ്രൈസ് ആണ്. അപ്പൊ പ്രൈസിന്റെ കാര്യം നമുക്കറിയാം. ഇനി ബാക്കിയുള്ള ഘടകം കൂടെ ഡിസ്കസ് ചെയ്യണ്ട. അപ്പൊ അതെല്ലാം കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ചോദനത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് പ്രൈസ് അഥവാ വില എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഘടകമാണ് ഇത് പ്രൈസ് അഥവാ വില. ഓക്കെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, ചോദനത്തെ നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. ഇൻകം ഓഫ് ദ കൺസ്യൂമർ അല്ലെ, നമുക്ക് ചോദനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് ചെയ്യണം, സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ എന്ത് വേണം, പണം വേണം, അഥവാ ഇൻകം ആവശ്യമല്ലേ. അപ്പൊ അതാണ് രണ്ടാമത്തെ ഘടകമാണ് എന്ത്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം എന്ന് പറയുന്നത്. തേർഡ് ഫാക്ടർ, മൂന്നാമത്തെ ഫാക്ടർ ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിൽ വരുന്ന ദ തേർഡ് ഫാക്ടർ. It is related goods, price of related goods, ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില. ഓക്കെ, ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില നമ്മൾ പഠിക്കും, എന്തൊക്കെയാണ് ബന്ധപ്പെട്ട വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും. എന്താണ് ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും. അപ്പൊ ഈ ഓരോ ഘടകങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, സാധനത്തിന്റെ വില. ഓക്കെ, അപ്പൊ ഡിമാൻഡും സാധനത്തിന്റെ വിലയും തമ്മിൽ ഏത് രൂപത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡിമാൻഡും വിലയും നമ്മൾ പഠിച്ചതാണ് അല്ലെ. ദർ ഈസ് എ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ഡിമാൻഡ് ഓഫ് ദ കമോഡിറ്റി. ഒരു സാധനത്തിന്റെ ചോദനവും വിലയും തമ്മിൽ എങ്ങനത്തെ ബന്ധമാണുള്ളത്? വിപരീത ബന്ധമാണ് അല്ലെ. അഥവാ ഇഫ് പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് വിൽ ഡിക്രീസ്. സാധനത്തിന് വില കൂടിയാൽ എന്ത് ചെയ്യുന്നു? ചോദനം കുറയുന്നു, അത് വാങ്ങുന്ന അളവ് കുറയ്ക്കും. ഇഫ് പ്രൈസ് ഡിക്രീസസ്, വില കുറഞ്ഞാലോ ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ്, ചോദനം എന്ത് ചെയ്യുന്നു? കൂടുന്നു. പഠിച്ചില്ലേ? അപ്പൊ വിലയും ഡിമാൻഡും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻ ആണ്, മുമ്പ് നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. So there is negative relationship or opposite relationship between price and demand. വിലയും ചോദനവും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത്. വില കൂടിയാൽ ചോദനം കുറയും, നമ്മൾ വാങ്ങുന്ന അളവ് കുറയ്ക്കും. വില കുറഞ്ഞാലോ വാങ്ങുന്ന അളവ് കൂട്ടുകയും ചെയ്യുന്നു. പറഞ്ഞ കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ഘടകം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. എന്താണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ? ഉപഭോക്താവിന്റെ വരുമാനം എന്ന് പറയുന്നത്. ഉപഭോക്താവിന്റെ വരുമാനം എങ്ങനെയാണ് ഡിമാൻഡിനെ നിർണ്ണയിക്കുക, ഡിറ്റർമിൻ ചെയ്യാം? നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ പക്കലുള്ള വരുമാനം ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു സാധനത്തിന്, ഇപ്പൊ ഒരു പെന്നിന് 10 രൂപ വിലയുള്ള ഒരു പെന്ന് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കൽ എന്ത് വേണം? അതിനുള്ള വരുമാനം വേണ്ടേ? 10 രൂപ നമ്മുടെ കയ്യിൽ വേണം, എങ്കിലേ വാങ്ങാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം വരുമാനവും ഡിമാൻഡും എങ്ങനത്തെ ബന്ധമാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. സപ്പോസ് ഒരാളുടെ വരുമാനം കഴിഞ്ഞ മാസത്തിൽ ഒരാളുടെ വരുമാനം 10,000 രൂപയായിരുന്നു, 10,000 ആയിരുന്നു ഒരാളുടെ വരുമാനം. എന്നാൽ ഈ മാസം അയാളുടെ വരുമാനം കൂടി, 10,000 ഉള്ളത് 15,000 ആയിട്ട് വർദ്ധിച്ചു. ഓക്കെ, 15,000 ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ സാധനങ്ങൾ അദ്ദേഹത്തിന് ഈ മാസം വാങ്ങിക്കൂടെ? ഇല്ലേ?
കഴിഞ്ഞ മാസം അദ്ദേഹം കുറഞ്ഞ അളവ് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ മാസത്തിൽ അദ്ദേഹത്തിന്റെ വരുമാനം 10 ഉള്ളത് 15,000 ആയിട്ട് വർദ്ധിച്ചു അല്ലെ. 10,000 ഉള്ളത് 15,000 ആയിട്ട് വർദ്ധിച്ച സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഈ മാസം വാങ്ങുന്ന സാധനത്തിന്റെ അളവ് എന്ത് ചെയ്യും, കൂട്ടും. അപ്പൊ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ നമ്മുടെ വരുമാനം കൂടിയാൽ ഡിമാൻഡ് കൂടുന്നു. ഒരാളുടെ വരുമാനം കൂടിയാൽ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടൂലേ? യെസ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കയ്യിൽ കഴിഞ്ഞ മാസം 10,000 രൂപയുള്ളൂ. അപ്പൊ നമ്മൾ കുറഞ്ഞ അളവ് സാധനങ്ങൾ വാങ്ങുന്നു. എന്നാൽ ഈ മാസം നമുക്ക് പെട്ടെന്ന് വരുമാനം വർദ്ധിച്ചു. 10 ഉള്ളത് 10,000 ഉള്ളത് 15,000 ആയിട്ട് വർദ്ധിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു, വാങ്ങുന്ന അളവും കൂട്ടി. ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവും എന്ത് ചെയ്തു, വർദ്ധിച്ചു. അപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത്? ഡിമാൻഡ് വർദ്ധിച്ചാൽ വരുമാനം വർദ്ധിച്ചാൽ ഡിമാൻഡ് വർദ്ധിക്കും. ഓക്കെ, എന്താണ്? വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ഇനിയോ വരുമാനം കുറഞ്ഞാലോ ചോദനം എന്ത് ചെയ്യും, കുറയും. അപ്പോ വരുമാനവും ചോദനവും തമ്മിൽ എങ്ങനത്തെ ബന്ധമുള്ളത്? പോസിറ്റീവ് ബന്ധമല്ലേ. ഒന്ന് കൂടുമ്പോ മറ്റൊന്നും കൂടുക, ഒന്ന് കുറയുമ്പോ മറ്റൊന്നും കുറയാം. അഥവാ ഒരാളുടെ ഇൻകം കൂടിയപ്പം അയാള് വാങ്ങുന്ന അളവ് ഡിമാൻഡും കൂടി. ഇനി അയാളുടെ ഇൻകം കുറഞ്ഞാലോ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയുന്നു. സോ ദർ ഈസ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ഡിമാൻഡ്. ചോദനവും വ്യക്തിയുടെ വരുമാനവും തമ്മിൽ, ഉപഭോക്താവിന്റെ വരുമാനവും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത്. വരുമാനം കൂടിയാൽ ഡിമാൻഡ് കൂടുന്നു, വരുമാനം കുറഞ്ഞാൽ ഡിമാൻഡ് കുറയുന്നു. പഠിച്ചില്ലേ? ഇനി ഈ ഭാഗത്ത് തന്നെ നമുക്ക് പറയാനുള്ളത്, വരുമാനത്തിന്റെ ബേസിൽ 2 തരത്തിലുള്ള സാധനങ്ങളുണ്ട്. There is the goods is classified into 2 on the basis of income of the consumer. കൺസ്യൂമറുടെ ഇൻകത്തിന്റെ ബേസിൽ 2 തരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഒന്നാമതാണ് നോർമൽ ഗുഡ്, സാധാരണ സാധനങ്ങൾ. നോർമൽ ഗുഡ് എന്താണ്? സാധാരണ സാധനങ്ങൾ. രണ്ടാമത്തതാണ് ഇൻഫീരിയർ ഗുഡ്. എന്താണ്? ഇൻഫീരിയർ ഗുഡ് അഥവാ തരം താണ സാധനങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ തരം താണ സാധനങ്ങൾ എന്നാണ് അതിനൊരു മീനിങ്. ഓക്കെ, അപ്പം നോർമൽ ഗുഡ് ഉണ്ട്, ഇൻഫീരിയർ ഗുഡ് ഉണ്ട്. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളെ 2ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? നോർമൽ ഗുഡും അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡും. സാധാരണ സാധനങ്ങളൊന്നും തരം താണ സാധനങ്ങളൊന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് നോർമൽ ഗുഡ് എന്നാണ് നോക്കാൻ പോകുന്നത്. നോർമൽ ഗുഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വാങ്ങുന്ന നോർമൽ ആയിട്ടുള്ള സാധനം, അതായത് അരി, പഞ്ചസാര, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഐറ്റം, നമ്മൾ സാധാരണ വാങ്ങുന്ന സാധനങ്ങളൊക്കെ. ഏതാണ് ഇത് നോർമൽ ഗുഡ് എന്ന് പറയുന്നത്? അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വരുമാനം കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡും കൂടും. അതാണ് നോർമൽ ഗുഡ്. ഇപ്പൊ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെയാണ്. ഒരാളുടെ വരുമാനം കൂടിയാൽ അതിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പൊ നോർമൽ ഗുഡിന്റെ കേസിൽ വരുമാനവും നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് തമ്മിൽ എങ്ങനത്തെ ബന്ധമുള്ളത്? പോസിറ്റീവ് ബന്ധമുള്ളത്. വരുമാനം കൂടുമ്പോ നമ്മൾ വാങ്ങുന്ന അളവ് കൂട്ടില്ലേ. അപ്പൊ ഒരാളുടെ വരുമാനം വർദ്ധിച്ചപ്പോൾ അയാൾ അരി വാങ്ങുന്ന അളവ് കൂട്ടി, പച്ചക്കറി വാങ്ങുന്ന അളവ് കൂട്ടി, ഫ്രൂട്ട്സ് വാങ്ങുന്ന അളവ് കൂട്ടി. ഓക്കെ, അപ്പൊ ഇതാണെന്ത്? വരുമാനം കൂടുമ്പോ ഇത്തരം സാധനങ്ങളുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? നോർമൽ ഗുഡ്. നോർമൽ ഗുഡ് ആർ ദ ഗുഡ് വെൻ നോർമൽ ഗുഡ് ആർ ദ ഗുഡ് ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ് ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനം നോർമൽ ഗുഡിന്റെ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കൂടുന്നു. ഇനിയോ ഇൻകം കുറഞ്ഞാലോ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോ നോർമൽ ഗുഡിന്റെ കാര്യത്തിൽ എന്താണ്? അതിന്റെ ഡിമാൻഡും ഇൻകവും തമ്മിൽ എങ്ങനത്തെ ബന്ധമുള്ളത്? പോസിറ്റീവ് ബന്ധമാണ് ഉള്ളത്. ഇൻകം കൂടിയാൽ നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് കൂടും, ഇൻകം കുറഞ്ഞാലോ നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പൊ അതാണ് നോർമൽ ഗുഡ്. രണ്ടാമത്തെ ഒരു സാധനം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ്? ഇൻഫീരിയർ ഗുഡ്. ഏതാണ് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്? ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് അത് തരം താണ സാധനങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ നേരെ വിപരീതമാണ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് വരുമാനം കൂടുന്നതനുസരിച്ച് ഇത്തരം സാധനങ്ങൾ ഡിമാൻഡ് കുറയുക ചെയ്യാം. ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ എന്താണ്? വരുമാനം കൂടുന്നതനുസരിച്ച് സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അത്തരം സാധനങ്ങളെ വിളിക്കുന്ന പേരാണത് ഇൻഫീരിയർ ഗുഡ്. ദ ഡിമാൻഡ് വിൽ ഡിക്രീസ് ഇഫ് ദ ഇൻകം ഇൻക്രീസസ്. ഓക്കെ, അഥവാ ഇത്തരം സാധനങ്ങൾ ഡിമാൻഡ് കുറയുന്നു ഏത് സമയത്ത്? ഇൻകം വർദ്ധിക്കുമ്പോൾ. അപ്പൊ ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് ഇത്തരം സാധനങ്ങൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അത്തരം സാധനങ്ങൾ വിളിക്കുന്ന പേരാണത് ഇൻഫീരിയർ ഗുഡ്. എന്താ പറയാ? ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സാധാരണ ഇൻഫീരിയർ ഗുഡിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത് താപ്പിയോക്ക അഥവാ കപ്പ എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് കപ്പ, മരച്ചീനി, പൂള എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ. അതാണ് ഇത് ഇൻഫീരിയർ ഗുഡിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ. അഥവാ ഒരാളുടെ വരുമാനം ഇങ്ങനെ കൂടുക. അയാൾ പണ്ട് ഈ താപ്പിയൊക്കെ ഉപയോഗിച്ചിരുന്നു, കപ്പ ഉപയോഗിച്ചിരുന്നു. അയാളുടെ വരുമാനം കുറവായിരുന്നു. എന്നാൽ പെട്ടെന്ന് അയാൾ എന്ത് ചെയ്തു? വരുമാനം കൂടി. പെട്ടെന്ന് അയാൾക്ക് ഒരു ലോട്ടറി അടിച്ചു, ഒരുപാട് വരുമാനം ഉണ്ടായി. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഒരു പൈസക്കാരനായി. ഓക്കെ, വലിയൊരു പണക്കാരനായിട്ട് മാറി. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്,
പണ്ട് ഞാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിച്ച സാധനമാണ് ഇത് കപ്പ അല്ലെങ്കിൽ മരച്ചീനി എന്ന് പറയുന്നത്. ഇന്നിപ്പോ എന്താണ് ഞാൻ എന്തായിട്ടുണ്ട്, ഒരുപാട് വരുമാനമുള്ള ആളായി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ ഞാനത് ഉപയോഗിക്കുന്നതാണ് എനിക്കൊരു കുറച്ചിലാണ് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം അത് വാങ്ങാതിരിക്കുന്നു. അതാണ് ഇത് കപ്പ മരച്ചീനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇങ്ങനെയുള്ള സാധനമാണ് ഇത് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഈ സാധനം മരച്ചീനിക്ക് അല്ലെങ്കിൽ കപ്പയോട് ഇഷ്ടമുള്ള ആളുകൾ അതിന് എത്ര പണക്കാരനായാലും അദ്ദേഹം വാങ്ങും. അപ്പൊ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കും കേട്ടോ. പക്ഷെ ആ ഒരു ഉദാഹരണം പറഞ്ഞാണ് എന്താണ്, വരുമാനം കൂടുമ്പം അത് വേണ്ടാന്ന് വെക്കും. എന്ത് ചെയ്യുന്നു, നമുക്ക് ആ സാധനം വേണ്ട, അതിലും ഉയർന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, വാങ്ങാം എന്ന് കരുതുന്നു. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാല് അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് അയാളുടെ വരുമാനം കൂടി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ട്രെയിനിനോടുള്ള യാത്ര എന്ത് ചെയ്തു, മാറ്റി വെച്ചു. മറിച്ച് വരുമാനം കൂടിയപ്പോ എന്ത് ചെയ്തു, എയറോപ്ലെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ട്രെയിനിനോടുള്ള ഡിമാൻഡ് എന്ത് ചെയ്തു, കുറഞ്ഞു. മറിച്ച് എന്തിനോട് ഡിമാൻഡ് കൂടി, എയറോപ്ലെയിനിനോട് ഡിമാൻഡ് എന്ത് ചെയ്തു, കൂടി. കാരണം എന്താണ്, വരുമാനം കൂടി. ഓക്കെ, അപ്പൊ അതാണ് ഇത് ഇൻഫീരിയർ ഗുഡ്. അപ്പൊ ഇൻഫീരിയർ ഗുഡ് എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇല്ലേ ഇൻഫീരിയർ ഗുഡ്, വരുമാനം കൂടുമ്പോൾ ഇത്തരം സാധനങ്ങളുടെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ദ ഡിമാൻഡ് വിൽ ഡിക്രീസ് ഇഫ് ദ ഇൻകം ഇൻക്രീസസ്. വരുമാനം കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. സച്ച് ഗുഡ്സ് ആർ കോൾഡ് ഇൻഫീരിയർ ഗുഡ്. ഇങ്ങനെയുള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ് അഥവാ തരം താണ സാധനങ്ങൾ. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നോർമൽ ഗുഡും ഇൻഫീരിയർ ഗുഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞു, വരുമാനവും ഡിമാൻഡും തമ്മിൽ എങ്ങനത്തെ ബന്ധമുള്ളത്, പോസിറ്റീവ് ബന്ധമുള്ളത് അല്ലേ. വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, വരുമാനം കുറഞ്ഞാലോ ഡിമാൻഡ് കുറയും. അതാണ് നോർമൽ ഗുഡിന്റെ കേസ് എന്ന് പറഞ്ഞു. എന്നാൽ ഇൻഫീരിയർ ഗുഡ് അങ്ങനെയാണോ? അല്ല. ഇൻഫീരിയർ ഗുഡും വരുമാനവും തമ്മിൽ എങ്ങനത്തെ ബന്ധമുള്ളത്, നെഗറ്റീവ് ബന്ധമാണല്ലോ. വരുമാനം കൂടിയാൽ ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയുന്നു, വരുമാനം കുറഞ്ഞാൽ ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? മൂന്നാമത്തെ ഡിറ്റർമിനന്റ് ആണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില. റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു സാധനവുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ബന്ധപ്പെട്ട വസ്തുക്കൾ, there are two types of related goods. രണ്ട് തരത്തിലുള്ള റിലേറ്റഡ് ഗുഡ്സ് ഉണ്ട്. ഒന്നാമത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്? രണ്ടാമതാണ് കോംപ്ലിമെന്ററി ഗുഡ്. ഏതാണ് കോംപ്ലിമെന്ററി ഗുഡ്? അപ്പൊ there are two types of related commodities or goods, which is first one substitute good and second one കോംപ്ലിമെന്ററി ഗുഡ്സ്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടില്ലേ? ഇപ്പൊ ബോയ്സിനൊക്കെ അറിയായിരിക്കും. ഇപ്പൊ നമ്മള് എന്താണ് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാറുണ്ട് അല്ലെ. അതായത് ടീമിൽ ഒരാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി അല്ലെങ്കിൽ കളി മോശമായി, അപ്പൊ അദ്ദേഹം തിരിച്ചു വിളിക്കുന്നു, പുതിയ ഒരാൾ എന്ത് ചെയ്യുന്നു, കളിക്ക് വേണ്ടി ഇറക്കുന്നു. അതായത് ഒരു പകരക്കാരനെ ഇറക്കുക. ഓക്കെ, അങ്ങനെ പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യത്തിനായി പകരക്കാരൻ, സബ്സ്റ്റിറ്റ്യൂട്ടർ എന്നാണ് പകരക്കാരൻ. ഒരാൾക്ക് പകരം വേറൊരാളെ ഉപയോഗിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു കളിക്കാരൻ പരിക്ക് പറ്റിയാൽ വേറൊരാൾ എന്ത് ചെയ്യുന്നു, കളിക്ക് വേണ്ടി ഇറക്കുന്നു. അതാണ് എന്ത് ഫുട്ബോളിലെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ സാധനങ്ങളും അതുപോലെ തന്നെയാണ്. അതായത് ഒരു സാധനത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സാധനം ഉപയോഗിക്കാം. അങ്ങനെ ഒരു സാധനത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനത്തെ വിളിക്കുന്ന പേരാണത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ദ ഗുഡ്സ് ദാറ്റ് ആർ നോട്ട് കളക്റ്റീവ്ലി കൺസ്യൂംഡ്. ഒരുമിച്ച് ഉപയോഗിക്കുന്ന സാധനമില്ല, രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ദ ഗുഡ്സ് വിച്ച് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ. ഒരു സാധനത്തിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു സാധനം ഇല്ലെങ്കിൽ അതിന്റെ വേറൊരു സാധനം കിട്ടിയാൽ മതി. അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണമാണ് ടീ ആൻഡ് കോഫി. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഉദാഹരണമാണ് ഇത്. ടീ ആൻഡ് കോഫി. ടീയും കോഫിയും ഇല്ലേ. അതായത് ടീ കോഫിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരാൾക്ക് ടീ ഇല്ലെങ്കിൽ ഏത് ഉപയോഗിക്കാം, കോഫി ഉപയോഗിക്കാം. കോഫിക്ക് പകരമായിട്ട് ഏത് ഉപയോഗിക്കാം, ടീയും ഉപയോഗിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സാധനം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഷൂ ആൻഡ് ചപ്പൽ. ഷൂ ആൻഡ് ചപ്പൽ. ഓക്കെ, ചെരുപ്പും ഷൂവും എന്ന് പറയുന്നത്. ഓക്കെ, അതും നമുക്ക് എന്ത് ചെയ്യാം, ഷൂ ഇല്ലെങ്കിൽ നമുക്ക് ചപ്പൽ ഉപയോഗിക്കാം, ചപ്പലിന് പകരമായിട്ടൊന്നും ഉപയോഗിക്കാം, ഷൂവും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് കൂടെ എന്താണ് ക്ലിയർ ആയ? ഓക്കെ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് എന്താണ്, these are the goods which are not collectively consumed, or these are the good which is substituted for another good. ഒരു സാധനത്തിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഒരു സാധനത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനത്തെ വിളിക്കുന്ന പേരാണെന്ത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഉദാഹരണം ഏതാണ്, ടീ ആൻഡ് കോഫി, ഷൂ ആൻഡ് ചപ്പൽ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഞാൻ 2 എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ,
അപ്പം ഇതാണെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില എങ്ങനെയാണ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യാം? അപ്പോ ആലോചിച്ച് നോക്കൂ, ടീയുടെ വില കൂടി, ടീയുടെ വില എന്ത് ചെയ്തു? കൂടി. അപ്പൊ ആളുകള് ടീ വാങ്ങുന്നത് കുറയ്ക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, ടീയുടെ വില കൂടി ആളുകൾ എന്ത് ചെയ്യുന്നു? ടീ വാങ്ങുന്നത് കുറച്ചിട്ട് മറിച്ച് കുറഞ്ഞ വിലക്ക് ഏത് കിട്ടും? കോഫി കിട്ടും, ഇല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ആളുകൾ ഏതിലേക്ക് പോകും? കോഫിയിലേക്ക് പോകുന്നു. അപ്പൊ ടീക്ക് പകരം എന്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു? കോഫി. അതായത് ടീന്റെ വില കൂടിയപ്പം അത് ഏതിനാ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്ത്? കോഫിക്ക് പോസിറ്റീവായിട്ട് എഫക്ട്. കാരണം കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? കൂടി. ഓക്കെ, അപ്പൊ ടീന്റെ വില കൂടിയാൽ കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ടീയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. കാരണം എന്താ? ടീനേക്കാൾ കുറഞ്ഞ വിലക്ക് ഏത് കിട്ടുന്നുണ്ട്? കോഫി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ടീയുടെ വില കൂടിയപ്പം ആളുകൾ ടീ വാങ്ങുന്നതിന് പകരം എന്ത് വാങ്ങാൻ തുടങ്ങി? കോഫി വാങ്ങാൻ തുടങ്ങി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും ഡിമാൻഡും തമ്മിൽ എങ്ങനത്തെ റിലേഷൻ ആണുള്ളത്? പോസിറ്റീവ് റിലേഷൻ ആണുള്ളത്. എങ്ങനെയുള്ളത്? പോസിറ്റീവ് റിലേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില കൂടിയാൽ മറ്റൊരു ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ടീയുടെ വില കൂടിയാൽ കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ ആണോ? അപ്പൊ ഇതാണെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാധനമാണ് കോംപ്ലിമെന്ററി ഗുഡ്. ഏതാണ്? കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്ന ഒരു ഗുഡ് ഉണ്ട്. ഓക്കെ, കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത് ഒരാവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ സാധനം അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കണം, എന്നാലേ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അത്തരം സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത്. ഗുഡ്സ് വിച്ച് ആർ കളക്റ്റീവ്ലി കൺസ്യൂംഡ്. ഒരുമിച്ച് ഉപയോഗിക്കണം. ഓക്കെ, കളക്റ്റീവ് ആയിട്ട് കൺസ്യൂം ചെയ്യണം. അങ്ങനെയുള്ള സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ്. ഓക്കെ, ദീസ് ആർ ദ ഗുഡ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് പെയർഡ് ഗുഡ്. പെയർഡ് ആയിട്ട് എന്താണ്? പെയർ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒരു ആവശ്യം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് സാധനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ആവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൂർത്തീകരിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള സാധനം വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ്. കളക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം, ഒരുമിച്ചിട്ട് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അങ്ങനെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോംപ്ലിമെന്ററി ഗുഡ് അതിന് ഉദാഹരണമാണ് കാർ ആൻഡ് പെട്രോൾ ഓർ പെട്രോൾ ആൻഡ് കാർ. കാറും പെട്രോളും ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇങ്ക് ആൻഡ് പെൻ, പെന്നും മഷിയും. ഇപ്പൊ ഉദാഹരണം പറയാം, കാറ് പെട്രോള്. പെട്രോള് ഉണ്ടെങ്കിലല്ലേ കാർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ വെറുതെ കാർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. കൂടെ എന്ത് വേണം? പെട്രോളും വേണം. കാറിൽ പെട്രോൾ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇനിയോ പെട്രോൾ മാത്രം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. ഇല്ല. എന്ത് വേണം? കാർ കിട്ടണം. അപ്പൊ രണ്ടും ഒരുമിച്ച് വേണം, എന്നാലേ നമ്മുടെ ഉപയോഗം നടക്കുന്നുള്ളൂ. ഇനിയോ പെന്നും അതുപോലെ തന്നെ മഷിയും. നമ്മുടെ കയ്യിൽ മഷി മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇങ്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പേന വേണം, വേണ്ടേ? ഇനിയോ അതുപോലെ തന്നെ മഷി മാത്രം പേന മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് വേണം? മഷിയും കിട്ടണം. അപ്പൊ ഇതാണത് ഒരുമിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? കോംപ്ലിമെന്ററി ഗുഡ്. എന്താ വിളിക്കാം? കോംപ്ലിമെന്ററി ഗുഡ് എന്ന് വിളിക്കും. ഓക്കെ, ഒരുമിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിളിക്കുന്ന പേരാണത് കോംപ്ലിമെന്ററി ഗുഡ്. ഓക്കെ, കളക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം കാർ ആൻഡ് പെട്രോൾ, ഇങ്ക് ആൻഡ് പെൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കോംപ്ലിമെന്ററി ഗുഡും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഒരു പെട്രോളിന്റെ വില കൂടി. ഇഫ് ദ പ്രൈസ് ഓഫ് ദ പെട്രോൾ ഇൻക്രീസസ്, പെട്രോളിന്റെ വില എന്ത് ചെയ്തു? വർദ്ധിച്ചു. അപ്പൊ നമ്മള് കാറിന്റെ ഡിമാൻഡ് കുറയും. കാറ് വാങ്ങുന്ന അളവ് എന്ത് ചെയ്യും? കുറക്കൂലേ? പെട്രോളിന്റെ വില പെട്ടെന്നാണ് കൂടി. എന്ത് ചെയ്തു? വലിയ രൂപത്തിൽ വർദ്ധിച്ചു. പെട്രോളിന്റെ വില ലിറ്ററിന് എന്ത് ചെയ്തു? ഇപ്പൊ 80 രൂപ ഉള്ള എന്ത് ചെയ്തു? ഒരു 100-150 രൂപയായിട്ട് ലിറ്ററിന് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാറ് വാങ്ങുന്ന അളവ് എന്ത് ചെയ്യും? കുറക്കും. കാരണം എന്താ? ഇവിടെ പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അത്രയും വലിയ രൂപത്തിൽ എന്ത് ചെയ്യുന്നത്? പെട്രോളിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പെട്രോളിന്റെ വില വർദ്ധിച്ചാൽ കാറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഇനിയോ പെട്രോളിന്റെ വില കുറഞ്ഞാലോ കാറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഇഫ് ദ പ്രൈസ് ഓഫ് ദ പെട്രോൾ ഡിക്രീസസ്, ദ ഡിമാൻഡ് ഫോർ ദ കാർ ഇൻക്രീസ്. അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പെട്രോളിന്റെ വില എന്ത് ചെയ്തു? പെട്ടെന്ന് 80 രൂപയിൽ നിന്ന് 50 രൂപയായിട്ട് കുറഞ്ഞു. ഓട്ടോമാറ്റിക് ആയിട്ട് കാറ് ഷോറൂമുകളിൽ എന്ത് ചെയ്യുന്നു? അതിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് നമ്മൾ പറയുന്ന കോംപ്ലിമെന്റ്. അപ്പൊ എന്ത് റിലേഷനാ മനസ്സിലാക്കിയും? നെഗറ്റീവ് അല്ലേ? പെട്രോളിന്റെ വില കൂടിയപ്പം കാറിന്റെ ഡിമാൻഡ് കുറഞ്ഞിക്കാ ചെയ്ത്. ഇവിടെ കൂടി, ഇവിടെ കുറഞ്ഞു. അപ്പൊ എന്ത് റിലേഷൻ ആണുള്ളത്? നെഗറ്റീവ് റിലേഷൻ. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡും ഡിമാൻഡും തമ്മിൽ എങ്ങനത്തെ ബന്ധമാണ്? നെഗറ്റീവ് ബന്ധമാണുള്ളത്, വിപരീത ബന്ധമാണ് ഉള്ളത്. ഓക്കെ ആണോ?
അപ്പോ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് റിലേറ്റഡ് ഗുഡ് ആണ്. രണ്ട് തരത്തിലുള്ള റിലേറ്റഡ് ഗുഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെന്ററി ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. അതേതാന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ് ഒരു സാധനത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം? ടീ ആൻഡ് കോഫി. അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിമാൻഡും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണല്ലോ അല്ലെ. ഒരു സാധനത്തിന്റെ വില കൂടിയാൽ, ചായയുടെ വില കൂടിയ സമയത്ത് കോഫിയുടെ ഡിമാൻഡാണ് കൂടിയത്. അപ്പൊ പോസിറ്റീവ് ബന്ധമാണല്ലേ. ഇനിയോ രണ്ടാമത്തെ സാധനമാണ് ഇത് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത്. എന്താ കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത്? ഒരാവശ്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ ആവശ്യം പൂർത്തീകരിക്കണം. കളക്റ്റീവായിട്ട് ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത്. അതും ഡിമാൻഡും തമ്മിൽ എങ്ങനത്തെ ബന്ധമുള്ളത്? നെഗറ്റീവ് ബന്ധമുള്ളത്. ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോംപ്ലിമെന്ററി ഗുഡ് ആൻഡ് ഡിമാൻഡ്. ദ പ്രൈസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ് ആൻഡ് ഡിമാൻഡ്. ഓക്കെ, അതായത് കോംപ്ലിമെന്ററി ഗുഡിന്റെ വില കൂടിയപ്പം മറ്റൊരു സാധനത്തിന്റെ വില ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കുറയാണ്. അഥവാ കാറിന്റെ വില കൂടിയ പെട്രോളിന്റെ വില കൂടിയ സമയത്ത് കാറിന്റെ ഡിമാൻഡ് എന്താ ചെയ്തത്? വില കൂടുന്ന സമയത്ത് കാറിന്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് റിലേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ദർ ഈസ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോംപ്ലിമെന്ററി ഗുഡ് ആൻഡ് ഡിമാൻഡ്. ഓക്കെ, കോംപ്ലിമെന്ററി ഗുഡും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് ബന്ധമാണ് ഉള്ളത്. ഓക്കെ, ഇനി അപ്പൊ നമ്മള് 3 ഫാക്ടർ പഠിച്ചേ. നാലാമത്തെ ഫാക്ടർ, ദ ഫോർത്ത് ഫാക്ടർ, ദാറ്റ് ഈസ് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും. അഭിരുചി താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് ക്ലിയർ ആവും. അഭിരുചിയും താല്പര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വസ്തുവിനോടുള്ള ഇഷ്ടം. ഇപ്പൊ നമ്മുടെ സാധാരണ ടെക്സ്റ്റൈൽസ് ഷോറൂമുകളിലൊക്കെ പോകുന്ന സമയത്താണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റും പ്രിഫറൻസും കാണാൻ സാധിക്കുക, ഇല്ലേ? പ്രത്യേകിച്ചും ഗേൾസിന്. അതായത് നമ്മൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട കളറ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈന്, നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം വാങ്ങാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോയി അപ്പൊ നമ്മൾ കരുതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ്, അതുണ്ടോ നോക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങുമോ? ഇല്ല, ഇഷ്ടപ്പെട്ടാലേ വാങ്ങുന്നുള്ളൂ. ഇനിയോ എനിക്ക് താല്പര്യമുള്ള മോഡൽ അല്ലെങ്കിൽ ബ്രാൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് ഇങ്ങനെയാണ്, അതിന് താല്പര്യമുള്ള നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? വാങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇപ്പൊ ഒരാളുടെ ടേസ്റ്റും പ്രിഫറൻസും, ഒരാൾക്ക് ഒരു സാധനത്തിനോടുള്ള അഭിരുചിയും താല്പര്യവും കൂടി, അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഇനിയോ നമ്മൾ ആ കടയിൽ കയറിയ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ച് സാധനങ്ങളില് നമ്മൾ നോക്കിയിട്ടുള്ള എന്താണ് കളറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണ് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല അതിനുള്ളത്. അതുകൊണ്ട് നമ്മൾ വാങ്ങുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. സോ ഇഫ് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്, ദ ഡിമാൻഡ് ഓൾസോ ഇൻക്രീസ്. ആൻഡ് ഇഫ് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഡിക്രീസസ്, ഡിമാൻഡ് ഓൾസോ ഡിക്രീസ്. ഒരു ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും വർദ്ധിക്കുമ്പം ഡിമാൻഡും വർദ്ധിക്കുന്നു. ഒരു ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പഠിച്ച്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ദെൻ റിലേറ്റഡ് പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് കമ്മോഡിറ്റി, ആൻഡ് ഫോർത്ത് വൺ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. അപ്പൊ ഇത്രയും ഭാഗമാണ് ഇത് നമ്മുടെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഇന്ന് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചോദനത്തിലെ മാറ്റം, ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ഡിമാൻഡിൽ ഏതൊക്കെ രൂപത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പൊ ചേഞ്ച് ഇൻ ഡിമാൻഡ് 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം. എന്താണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം. രണ്ടാമതാണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്, ചോദന വക്രത്തിന്റെ മാറ്റം. ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രത്തിന്റെ മാറ്റം. അപ്പൊ ഒന്നാമത്തെ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, രണ്ടാമത്തെ എന്താണ്? ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്. മലയാളത്തിൽ പറഞ്ഞാല് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം, രണ്ടാമത്തെ എന്താണ്? ചോദന വക്രത്തിന്റെ മാറ്റം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം, കർവിലൂടെയുള്ള മാറ്റം എന്താണെന്നാണ് നോക്കുന്നത്. ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം സംഭവിക്കുന്നത് വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. എന്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്? വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് സംഭവിക്കുന്നത്. ഓക്കെ, ഇഫ് ദർ ഈസ് ചേഞ്ച് ഇൻ പ്രൈസ് that will leads to the movement along the demand curve. ചോദന വക്രത്തിലൂടെയുള്ള മാറ്റത്തിന് കാരണമാകുന്നത് എന്താണ്? വിലയിൽ മാറ്റം ഉണ്ടാകും. വില കൂടിയാലോ കുറഞ്ഞാലോ മാറ്റം ഉണ്ടാവും. അങ്ങനെ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് 2 തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ട്. ഒന്നാമതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. എന്താണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? ചോദനത്തിന്റെ വികാസം. എക്സ്പാൻഷൻ എന്നാണ് വികസിക്കുക, വികാസം.
രണ്ടാമതാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ സങ്കോചം. ഒന്ന് വികസിക്കുക, മറ്റൊന്ന് സങ്കോചിക്കുക. ഓക്കെ, ഒന്ന് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. അത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചേഞ്ച് എന്താണ്? ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് മൊത്തത്തിൽ മാറുക. ഓക്കെ, ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിന്റെ മാറ്റം. അത് രണ്ട് തരത്തിലുള്ള മാറ്റമാണുള്ളത്. അതിനു മുമ്പ് നോക്കുന്നത് ഡിമാൻഡ് കർവിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് സംഭവിക്കണം. ഡിമാൻഡ് കർവിന്റെ മാറ്റം സംഭവിക്കണമെങ്കിൽ അത് കാരണമാകുന്നത് വില ഇതര ഘടകങ്ങളിൽ മാറ്റം ഉണ്ടാവുകയാണ്. ഇഫ് ദർ ഈസ് ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടർ, പ്രൈസ് അല്ലാതെയുള്ള മറ്റുള്ള ഘടകം ഏതാണ്? 4 ഘടകം പഠിച്ചു. അതിൽ പ്രൈസ് നമ്മൾ മാറ്റി നിർത്തിയാൽ മതി. ഏതൊക്കെയാണ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇതിലൊക്കെ മാറ്റം സംഭവിച്ചത് ഏതൊക്കെയാണ്? ഇൻകത്തില്, വരുമാനത്തില്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലയില്, അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യത്തിലും മാറ്റം സംഭവിച്ചാലാണ് എന്ത് സംഭവിക്കുന്നത്? ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് സംഭവിക്കാം. ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്, ചോദന വക്രത്തിന്റെ മാറ്റം സംഭവിക്കാം. സോ ദർ ഈസ് 2 ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്. 2 തരത്തിലുള്ള ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ഉണ്ട്. ഒന്നാമതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഒന്നാമതാണ് ഇത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. രണ്ടാമതാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ചോദനം വർദ്ധിക്കുന്നു, രണ്ടാമത് ചോദനം കുറയുന്നു. ഒന്നാമത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, രണ്ടാമത് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പൊ ഈ ഓരോന്നും എങ്ങനെയാണ് സംഭവിക്കുക, ഏത് രൂപത്തിലാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടാവും. നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഭാഗത്തിലേക്കാണെങ്കിൽ നമുക്ക് പോകാനുള്ളത്. ആദ്യം നമ്മൾ നോക്കുന്നത് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആണ്, അഥവാ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം. ഞാൻ പറഞ്ഞു, ചോദന വക്രത്തിലൂടെ മാറ്റം സംഭവിക്കുന്ന വിലയിൽ മാറ്റം ഉണ്ടാകുകയാണ്. 2 തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്: എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ചോദനത്തിന്റെ വികാസം, ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നോക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന ഭാഗമാണ്. അപ്പൊ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് സംഭവിക്കുക വില കുറയുമ്പോഴാണ്. വെൻ ദ പ്രൈസ് ഡിക്രീസസ്. ഓക്കെ, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇവിടെ നോക്കുക ഡയഗ്രത്തിൽ, ഇവിടെയാണ് പ്രൈസ് എടുക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റി, നമ്മൾ സാധാരണ ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന രൂപത്തിൽ ഇവിടെ വില എടുക്കുന്നു, ഇവിടെ ചോദനം ചെയ്യപ്പെട്ട അളവ് എടുക്കുന്നു. ഇനി നോക്കാം, പ്രൈസ് P1 ഉള്ളത് എന്തായിട്ട് കുറഞ്ഞു? P2 ആയിട്ട് കുറഞ്ഞു. അപ്പൊ വില കുറഞ്ഞ സമയത്ത് ഇനി ഡിമാൻഡ് നോക്കൂ, ഡിമാൻഡ് എത്രയായിരുന്നു? P1 ഉള്ള സമയത്ത് ഡിമാൻഡ് Q1 ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയായിട്ട് കുറഞ്ഞു? P2 ആയ സമയത്ത് ഡിമാൻഡ് കൂടിക്കുക ചെയ്തല്ലേ, Q2 ആയിട്ട് കൂടി. അപ്പം വില കണ്ടോ, താഴോട്ടേക്കാണ് ആരോ മാർക്ക്. വില P1 ൽ നിന്ന് P2 ആയി കുറഞ്ഞ സമയത്ത് ഡിമാൻഡ് എന്ത് ചെയ്തു? Q1 ൽ നിന്ന് Q2 ആയിട്ട് വർദ്ധിച്ചു. വില P1 ൽ നിന്ന് P2 ആയിട്ട് കുറഞ്ഞ സമയത്ത് ഡിമാൻഡ് Q1 ൽ നിന്ന് Q2 ആയിട്ട് വർദ്ധിച്ചു. ഇങ്ങനെയുള്ള ഈ മാറ്റത്തെയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ എന്താ സംഭവിച്ചത്? ഡിമാൻഡ് കർവിലേക്ക് നോക്കാം. ആദ്യം വില P1 ഉള്ള സമയത്തുള്ള പോയിന്റ് ആണ് ഇത് എ എന്ന പോയിന്റ്. ഓക്കെ, ചോദനത്തിലുള്ള പോയിന്റ് എ. ഇപ്പം വില കുറഞ്ഞ സമയത്ത് ആ പോയിന്റ് എങ്ങോട്ടേക്കാ നീങ്ങി? താഴോട്ടേക്ക് നീങ്ങി ബി എന്ന പോയിന്റിലേക്ക് എക്സ്പാൻഡ് ചെയ്തു അല്ലെ. അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്തു? വികസിച്ചു. എയിൽ നിന്ന് എങ്ങോട്ടേക്ക് വികസിച്ചു? ബിയിലേക്ക് വികസിച്ചു. അപ്പൊ അങ്ങനെ ഡിമാൻഡ് കർവിലൂടെ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് താഴോട്ടേക്ക് വികസിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെയാണ് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്കുള്ള ചോദന വക്രത്തിലെ താഴോട്ടേക്കുള്ള ആ ഒരു ചലനത്തെ വിളിക്കുന്ന പേരാണത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ എന്താണ് ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത്? വില കുറയുന്ന സമയത്ത് ചോദനവക്രം എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് എന്ത് ചെയ്യുന്നു? താഴോട്ടേക്ക് വികസിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു ചലനത്തെ പറയുന്ന പേരാണെന്ത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ വികാസം. വെൻ ദ പ്രൈസ് ഡിക്രീസസ് ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ് ആൻഡ് ദ പോയിന്റ് എ വിൽ ഡൗൺവേർഡ് ടു ബി. ഓക്കെ, അതായത് എ എന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ബി എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. There is a downward movement in the demand curve from the point A to B. This movement is called expansion of demand. Okay, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തു. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഇതിന് പറയുന്ന പേരാണത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. എപ്പോഴാണ് സംഭവിക്കാം? വില കുറയുമ്പോൾ. ഓർത്തു വെക്കുക, വില കുറയുമ്പോഴാണ് സംഭവിക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് സംഭവിക്കുന്നത്. അടുത്താണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എന്താണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനവക്രത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്? Contraction എന്ന് പറയുന്നത് upward movement along the demand curve due to the rise in price is called contraction of demand. അഥവാ വില വർദ്ധിച്ച സമയത്ത്, വില വർദ്ധിച്ചു, നേരത്തെ വില കുറയായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്തു? പ്രൈസ് വർദ്ധിച്ചു, പ്രൈസ് ഇൻക്രീസ് ചെയ്തു. വില വർദ്ധിച്ചപ്പോ എന്ത് ചെയ്തു? ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയും. നമുക്കറിയാം, ഒരു സാധനത്തിന്റെ വില വർദ്ധിച്ച ഡിമാൻഡ് കുറയും. അതിന്റെ ഫലമായിട്ട് ചോദനവക്രത്തിലൂടെ മുകളിലേക്ക് അപ്വേർഡ് മൂവ്മെന്റ്, മുകളിലേക്ക് ചോദനവക്രം എന്ത് ചെയ്യുന്നു? കോൺട്രാക്ഷൻ സംഭവിക്കുന്നു അഥവാ സങ്കോചിക്കുന്നതിനെ പറഞ്ഞ പേരാണെന്ത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ നമുക്ക്
ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പൊ ഇതില് ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത് പി ആയിരുന്നു. ഇപ്പൊ പ്രൈസ് എന്ത് ചെയ്തു, പിയിൽ നിന്ന് P2 ആയിട്ട് വർദ്ധിച്ചു. ഓക്കെ, ഇപ്പൊ നോക്കണം, ആരോ മാർക്ക് നോക്കണം, മാറ്റമുണ്ട്, രണ്ട് ഡയഗ്രാം മാറ്റമുണ്ട്, ഒന്നാണെന്ന് കരുതരുത്. ഓക്കെ, നേരത്തെ ഇവിടെയായിരുന്നു P1, ഇവിടെയായിരുന്നു P2. ഇപ്പൊ എന്താണ്, ഇവിടെയാണ് P1, ഇവിടെയാണ് P2. അപ്പൊ എന്ത് ചെയ്തു, വില P1 നിന്ന് P2 ആയിട്ട് വർദ്ധിച്ച സമയത്ത് ഇനി ഡിമാൻഡ് നോക്കൂ. P1 ഉണ്ടായിരുന്ന ഡിമാൻഡ് ഇത്ര ഉണ്ടായിരുന്നു. ഓക്കെ, Q1 ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ എന്താ ചെയ്ത്, കുറഞ്ഞില്ലേ, ഡിമാൻഡ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ നോക്കുക, പ്രൈസ് വർദ്ധിച്ചപ്പം ഡിമാൻഡ് കുറഞ്ഞു. കണ്ടോ, ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, P1 നിന്ന് P2 വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് Q1 നിന്ന് Q2 ആയിട്ട് എന്ത് ചെയ്തു, കുറയാണ് ചെയ്തത്. ഓക്കെ, സോ പ്രൈസ് ഇൻക്രീസസ് ഫ്രം P1 to P2, the demand decreases from Q1 to Q2. അപ്പം വില കൂടിയപ്പം ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ബി എന്ന പോയിന്റ് ആയിരുന്നു ആദ്യത്തെ പോയിന്റ്. എന്നാൽ ഇപ്പൊ എന്താ ചെയ്ത്, ബിയിൽ നിന്ന് ഡിമാൻഡ് എന്താ ചെയ്ത്, മുകളിലേക്ക് ചലിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവ് ബി എന്ന പോയിന്റിലായിരുന്നു. അപ്പൊ ബിയിൽ നിന്ന് എന്ത് ചെയ്തു, മുകളിലേക്ക് കോൺട്രാക്ഷൻ സംഭവിച്ചു. അഥവാ ദ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ആദ്യത്തെ പോയിന്റ് ഇവിടെ ആയിരുന്നു ബി. ഓക്കെ, അതായത് വില P1 ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു, P2 ആയിട്ട് വർദ്ധിച്ചപ്പോൾ അതിന്റെ പോയിന്റ് എവിടെ എന്നത്, ഡിമാൻഡ് കർവ് പോയിന്റ് എ എന്ന പോയിന്റ്. അപ്പൊ നേരത്തെ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്ത്, അപ്വേർഡ് മൂവ്മെന്റ്. ഓക്കെ, അതായത് വില കുറഞ്ഞതിന്റെ ഫലമായി ഡിമാൻഡ് കർവിലൂടെ, ചോദനവക്രത്തിലൂടെയുള്ള ബിന്ദു മുകളിലേക്ക് എന്ത് ചെയ്തു, ചലിച്ചു. ഓക്കെ, മുകളിലേക്ക് ചലിച്ചു. ഇങ്ങനെയുള്ള അപ്വേർഡ് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അഥവാ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷന്റെ വിപരീതം. അതായത് എന്ത് ചെയ്തു, മുകളിലേക്ക് സങ്കോചിച്ചു, മുകളിലേക്ക് സങ്കോചിച്ചു എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് പഠിച്ചത്. ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റമാണ് പറഞ്ഞത്. ഡിമാൻഡ് കർവിലൂടെ മാറ്റം രണ്ട് തരമുണ്ട്. എക്സ്പാൻഷൻ സംഭവിക്കുക, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്ന സമയത്ത് എ എന്ന പോയിന്റ് ബി എന്ന പോയിന്റിലേക്ക് ഡിമാൻഡ് വർദ്ധിക്കാം. അതിനെ പറയുന്ന പേരാണത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, താഴോട്ടേക്കുള്ള ചലനം. എന്നാൽ വില കൂടിയ സമയത്ത് P1 നിന്ന് P2 ആയിട്ട് വില കൂടിയ സമയത്ത് ഡിമാൻഡ് എന്ത് കുറഞ്ഞു, Q1 നിന്ന് Q2 ആയിട്ട് കുറഞ്ഞു. ആ സമയത്ത് ഡിമാൻഡ് കർവ് ബി എന്ന പോയിന്റിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്തു, കോൺട്രാക്ഷൻ സംഭവിച്ചു, കുറവ് സംഭവിച്ചു, സങ്കോചം സംഭവിച്ചു. ഇതിനെ പറഞ്ഞ പേരാണത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ ഇതിൽ ഓർത്തു വെക്കേണ്ടത്, വില കുറയുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് സംഭവിക്കും. ഇനി വില കൂടിയാലാണ് എന്ത് സംഭവിക്കുന്നത്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് സംഭവിക്കുന്നത്. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ദ ഫാൾ ഇൻ പ്രൈസ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഓർ റൈസ് ഇൻ പ്രൈസ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് കർവിന്റെ മൊത്തത്തിലുള്ള മാറ്റം അഥവാ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കർവിന്റെ മൊത്തത്തിലുള്ള മാറ്റത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഓക്കെ, ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് എന്നുള്ള ഭാഗമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതാണ് ചോദനവക്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. ചോദനവക്രത്തിന്റെ മാറ്റം സംഭവിക്കുക വില ഇതര ഘടകങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്, നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് സംഭവിക്കുക. ഏതൊക്കെയാണ് നോൺ പ്രൈസ് ഫാക്ടർ, നമ്മൾ ഇന്ന് പഠിച്ചു ഇല്ലേ? ഏതൊക്കെയായിരുന്നു? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, രണ്ടെണ്ണം ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെന്ററി ഗുഡ്. അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യം. അപ്പൊ ഇതാണ് എന്ത്, നോൺ പ്രൈസ് ഫാക്ടർ അഥവാ വില ഇതര ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ വില ഇതര ഘടകങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ത് സംഭവിക്കുന്നത്, ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് സംഭവിക്കുക. അപ്പം ആദ്യത്തെ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്, രണ്ട് തരം ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ്. ഒന്നാമത്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ചോദനത്തിന്റെ വർധനവ്. രണ്ടാമതാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ കുറവ്. ഇങ്ങനെ രണ്ട് മാറ്റങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അഥവാ ചോദനത്തിലെ വർധനവ് എന്താണെന്ന് നോക്കുന്നത്. ചോദനത്തിലെ വർധനവ് സംഭവിക്കുന്നത്, ആദ്യം ഇതിന്റെ കാരണം മനസ്സിലാക്കുക. ചോദനത്തിന്റെ വർധനവ് അഥവാ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് സംഭവിക്കുന്നത് വില ഇതര ഘടകങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവുമ്പോഴാണ്. വെൻ ദർ ഈസ് ഫേവറബിൾ ചേഞ്ചസ് ഇൻ ദ നോൺ പ്രൈസ് ഫാക്ടർ, അനുകൂലമായ മാറ്റം. വില ഇതര ഘടകങ്ങളിൽ എങ്ങനത്തെ മാറ്റമാണ്? അനുകൂലമായ മാറ്റം. അനുകൂലമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉപഭോക്താവ് എന്തൊക്കെ അനുകൂലമായ മാറ്റം? ഒന്നാമത് ഇൻകം വർദ്ധിക്കണോ കുറയണോ? യെസ്, വർദ്ധിക്കണം, ഇൻകം വർദ്ധിക്കണം. അപ്പൊ ഇൻകം വർദ്ധിക്കുമ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ ഒന്നാമതാണ് എന്ത് അനുകൂലമായ മാറ്റം? എന്താണ്? വരുമാനത്തിലെ വർധനവ്, ഇൻക്രീസ് ഇൻ ഇൻകം. രണ്ടാമത്തെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില കൂടണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില എന്ത് ചെയ്യണം? കൂടണം. ഇൻക്രീസ് ഇൻ ദ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. മൂന്നാമതാണ് കോംപ്ലിമെന്ററി ഗുഡിന്റെ വില കുറയണം. കാരണം കോംപ്ലിമെന്ററി ഗുഡും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് ബന്ധമാണ്. അപ്പൊ എന്ത് ചെയ്യണം? കോംപ്ലിമെന്ററി ഗുഡിന്റെ വില എന്ത് ചെയ്യണം? കുറയണം. ഓക്കെ, മറ്റൊന്നാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും കൂടണോ കുറയണോ? അതും എന്ത് ചെയ്യണം? കൂടണം. അതെന്താ കൂടണം, കാരണം അതും പോസിറ്റീവ് ബന്ധമാണ്. അപ്പൊ അനുകൂലമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്?
വരുമാനത്തിലെ വർധനവ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വിലയുടെ വർധനവ്, കോംപ്ലിമെന്ററി ഗുഡിന്റെ വിലയുടെ കുറവാണ് സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ അഭിരുചിയും അതേപോലെ തന്നെ താല്പര്യവും എന്ത് ചെയ്യുക, വർദ്ധിക്കുക. ഇത്തരത്തിലുള്ള അനുകൂലമായ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് വിലയിൽ മാറ്റം ഇല്ല. ഓക്കെ, വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല. വില ഇതര ഘടകങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് കർവ് മൊത്തത്തിൽ മാറ്റം സംഭവിക്കുന്നു. ആദ്യത്തെ ഡിമാൻഡ് കർവ്, ആദ്യത്തെ പ്രൈസ് ആണിത്. ഓക്കെ, പ്രൈസിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ആദ്യത്തെ ഡിമാൻഡ്, ആ സമയത്തിന്റെ ഡിമാൻഡ് ക്യൂ എന്നാണ്. ഓക്കെ, അഥവാ ഒ ക്യൂ എന്നും പറയും, ഇവിടെ വരെയുള്ള അളവ് ക്യൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഡിമാൻഡിൽ നിന്നു ഒ ക്യൂയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതായത് ഡിമാൻഡ് കർവ് മൊത്തത്തിൽ മാറി. അതായത് വില ഇതര ഘടകങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞ വില ഇതര നോൺ പ്രൈസ് ഫാക്ടറിൽ അനുകൂലമായ മാറ്റം ഉണ്ടായ സമയത്ത് ഈ ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു, മൊത്തത്തിൽ പുതിയ ഡിമാൻഡ് കർവായിട്ട് മാറി. ഡി എന്ന ഡിമാൻഡ് കർവ്, ആദ്യത്തെ ഡിമാൻഡ് കർവ് ആയിരുന്നു ഡി എന്ന ഡിമാൻഡ് കർവ്, ഇപ്പം പുതിയ ഡിമാൻഡ് കർവായി വലത്തോട്ടേക്ക് മാറ്റം സംഭവിച്ചു. അഥവാ ഡിമാൻഡിൽ വർധന സംഭവിച്ചു. ഈസ് റൈറ്റ്വേർഡ് ഓർ അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ് ഫ്രം ഡി ടു D1 ഡി എന്ന ഡിമാൻഡ് കർവ് D1 ആയിട്ട് എന്ത് ചെയ്തു, വലത്തോട്ടേക്ക് മാറ്റം സംഭവിച്ചു, അല്ലെങ്കിൽ മുകളിലോട്ടേക്ക് മാറ്റം സംഭവിച്ചു. അപ്പൊ ആ മാറ്റത്തിന്റെ ഫലമായി എന്താ സംഭവിച്ചത്, വിലയിൽ മാറ്റമുണ്ടോ, ഇല്ല. അതേ വിലക്ക് തന്നെ ഡിമാൻഡ് എന്ത് ചെയ്തു, കൂടുതൽ അളവ് ഡിമാൻഡ് ചെയ്യുന്നു. ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒ ക്യൂ ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു, ഒ Q1 ആയിട്ട് എന്ത് ചെയ്തു, വർദ്ധിച്ചുകൊണ്ടോ ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് ഡിമാൻഡ് എന്ത് ചെയ്തു, വർദ്ധിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, അഥവാ ഡിമാൻഡിലെ വർധനവ്. വിലയിൽ മാറ്റമില്ല, പക്ഷെ ഡിമാൻഡ് എന്ത് ചെയ്തു, വർദ്ധിച്ചു. ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് വർദ്ധിച്ചു. എപ്പോഴാണ് സംഭവിക്കുന്നത്, വില ഇതര ഘടകങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് കർവ് വലത്തോട്ടേക്ക് മാറ്റം സംഭവിക്കുന്നത്. ഓർ ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഹാപ്പൻ വെൻ ദർ ഈസ് ഫേവറബിൾ ചേഞ്ചസ് ഇൻ ദ നോൺ പ്രൈസ് ഫാക്ടർ. വിലയല്ലാതെ മറ്റുള്ള ഘടകങ്ങളിൽ ഫേവറബിൾ ആയി അനുകൂലമായ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് കർവ് റൈറ്റ്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓർ ദ അപ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഓക്കെ, അപ്പൊ അത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിന് പറഞ്ഞ പേരാണെന്ത്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ചോദനത്തിലെ വർധനവ്. നമ്മൾ നോക്കുന്നത് ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ചോദനത്തിലെ കുറവ് എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഥവാ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡിലെ രണ്ടാമത്തെ മാറ്റമാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്, അഥവാ ചോദനത്തിലെ കുറവ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് നമ്മൾ പഠിച്ചു. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് സംഭവിക്കുന്നത് വില ഇതര ഘടകങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുമ്പോഴാണ്, അല്ലെ, ഫേവറബിൾ ചേഞ്ചസ് ഇൻ ദ നോൺ പ്രൈസ് ഫാക്ടറിൽ സംഭവിക്കുമ്പോഴാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക, ഡിക്രീസ് ഇൻ ഡിമാൻഡ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്, വിപരീതം. എന്താണ്, വില ഇതര ഘടകങ്ങളിൽ പ്രതികൂലമായ മാറ്റം ഉണ്ടാകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് കർവ് ഡിക്രീസ് സംഭവിക്കുന്നത്. ഓക്കെ, ചോദന വക്രത്തിൽ കുറവ് സംഭവിക്കുന്നപ്പോഴാണ് വില ഇതര ഘടകങ്ങളിൽ എന്തുണ്ടാകുമ്പോഴാണ് പ്രതികൂലമായ മാറ്റം അഥവാ അൺഫേവറബിൾ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്താണ് സംഭവിക്കുക. ഓക്കെ, സോ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഇറ്റ് ഈസ് ദ downward or leftward shift of the demand curve when there is unfavorable changes in the non-price factor. വില ഇതര ഘടകങ്ങളിൽ പ്രതികൂലമായ മാറ്റം ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ചോദനവക്രം ഇടത്തോട്ടേക്ക് മാറുന്നു, ലെഫ്റ്റ് വേർഡ് ആയിട്ട് മാറ്റം സംഭവിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ചോദനത്തിലെ കുറവ്. അപ്പൊ നോക്കുക എങ്ങനെയാണ് ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നേരത്തെ വരച്ച ഡയഗ്രത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. ആദ്യം ഇവിടെയായിരുന്നു D1, ഇപ്പൊ ഇവിടെ ഡി എന്നുള്ള ഡിമാൻഡ് കർവാണ്. ഇവിടെയാണ് D1 ഇങ്ങോട്ടേക്ക് മാറ്റം സംഭവിച്ചു, അല്ലെ. നേരത്തെ ആരോ മാർക്ക് ഇങ്ങോട്ടായിരുന്നു, മുകളിലോട്ടേക്കായിരുന്നു, ഇപ്പൊ താഴോട്ടേക്ക്. നേരത്തെ ആരോ മാർക്ക് ഇങ്ങോട്ടേക്കായിരുന്നല്ലേ, വലത്തോട്ടേക്ക്, ഇപ്പൊ ഇടത്തോട്ടേക്ക്, അല്ലെ. ഇവിടെ Q ആയിരുന്നു, ഇവിടെ Q1 ആയിരുന്നു, അങ്ങോട്ടും മാറ്റം സംഭവിച്ചു. അപ്പൊ ആദ്യത്തെ ഡിമാൻഡ് കർവ് ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് എന്ന ആദ്യത്തെ ഡിമാൻഡ് കർവ്. അപ്പൊ വില ഇതര ഘടകങ്ങളിൽ പ്രതികൂലമായ മാറ്റം ഉണ്ടായി. എന്തൊക്കെയാണ് പ്രതികൂലമായ മാറ്റം എന്ന് പറയുന്നത്, അൺഫേവറബിൾ ചേഞ്ച്. ഒന്നാമതാണ് ഇൻകം, പ്രതികൂലമായ മാറ്റം. ഇൻകം കൂടണോ കുറയണോ, യെസ്, കുറയണം. ഇൻകം കുറഞ്ഞാലാണ് പ്രതികൂലമായ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഉപഭോക്താവിന്റെ ഇൻകം കുറയുന്നു. ഓക്കെ, ദ കൺസ്യൂമേഴ്സ് ഇൻകം ഡിക്രീസസ്. രണ്ടാമതെന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില നേരത്തെ കൂടണമായിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, പ്രതികൂലമായ മാറ്റം കുറയണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില എന്ത് ചെയ്യണം, കുറയണം. ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഇനി കോംപ്ലിമെന്ററി ഗുഡിന്റെ വില നേരത്തെ കൂടിയതായിരുന്നു, അല്ലെ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പൊ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ത് ചെയ്യണം, കുറയണം. കോംപ്ലിമെന്ററി ഗുഡിന്റെ വില എന്ത് ചെയ്യണം, നേരത്തെ കുറഞ്ഞതായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യണം, കൂടണം. ഓക്കെ, ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്. അപ്പൊ കോംപ്ലിമെന്ററിന്റെ ഗുഡിന്റെ വില കൂടുന്നു. ഇനി മറ്റൊന്നാണ് ഇത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. നേരത്തെ ടേസ്റ്റും പ്രിഫറൻസും കൂടണമായിരുന്നു, ഇൻക്രീസ് ചെയ്യണമായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, അഭിരുചിയും താല്പര്യവും കുറയണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ത് ചെയ്യണം, കുറയണം. അപ്പൊ എന്തൊക്കെയാണ്, ഈ വരുമാനത്തിലുള്ള വർധനവ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വിലയിലുള്ള വർധനവ്, കോംപ്ലിമെന്ററി ഗുഡിന്റെ വില, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വിലയിൽ കുറവ് സംഭവിക്കുക, കോംപ്ലിമെന്ററി ഗുഡിന്റെ വിലയിൽ എന്ത് ചെയ്യുക, വർധനവ് സംഭവിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ത് ചെയ്യുന്നു, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യം എന്ത് ചെയ്യുന്നു,
കുറയുന്നു. ഓക്കെ, അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ഡി ഡി എന്ന ഡിമാൻഡ് കർവ് വിലയിൽ മാറ്റമില്ല, വില ഇതര ഘടകങ്ങൾ മാറ്റം ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കർവ് മൊത്തത്തിൽ എന്തായിട്ട് ഇടത്തോട്ടേക്ക് മാറുന്നു. ഡി ഡി എന്ന ഡിമാൻഡ് കർവ് എന്തായിട്ട് മാറുന്നു? D1 ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇടത്തോട്ടേക്ക് മാറ്റ സമയത്ത് ഡിമാൻഡ് കർവ് ഡി ഡി ഷിഫ്റ്റ് ലെഫ്റ്റ്വേർഡ് ഫ്രം DD to D1. The demand curve shift leftward from DD to D1. അതായത് DD എന്ന് പറയുന്ന ഈ ഡിമാൻഡ് കർവ് D1 ആയിട്ട് ലെഫ്റ്റ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ട് ഇടത്തോട്ടേക്ക് അല്ലെങ്കിൽ താഴോട്ടേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റം സംഭവിച്ചു. ദീസ് മൂവ്മെന്റ് ഓർ ദിസ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഈസ് കോൾഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പൊ ഈ ചോദനവക്രത്തിന്റെ ഈ ഒരു മാറ്റത്തെ വിളിക്കുന്ന പേരാണെന്ത്? ചോദനത്തിന്റെ കുറവ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ വിലയിൽ മാറ്റമില്ല, വില എപ്പോഴും സെയിം തന്നെയാണ്. പക്ഷെ ഡിമാൻഡ് Q ഉള്ളത് എന്തായിട്ട് കുറഞ്ഞു? Q1 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ടാണ് എന്ത് വിളിച്ചത്? ഡിക്രീസ് ഇൻ ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ കുറവ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എന്താണ്? അപ്പൊ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് സംഭവിക്കുക വില ഇതര ഘടകങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള ഇങ്ങോട്ടേക്ക് മാറുക. എന്നാൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് സംഭവിക്കുന്നതാണ് വില ഇതര ഘടകങ്ങളിൽ പ്രതികൂലമായ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇടത്തോട്ടേക്ക് മാറുന്നു അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ട് മാറ്റം സംഭവിക്കുന്നു. അപ്പൊ ഇതാണ് ഇത് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പാഠഭാഗത്തിൽ നിന്ന് 2 ആക്ടിവിറ്റി തന്നുകൊണ്ടാണ് ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ക്ലാസിഫൈ ദ ഫോളോയിങ് ഗുഡ്സ് ഇൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്. താഴെ നൽകിയിരിക്കുന്ന സാധനങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നും കോംപ്ലിമെന്ററി ഗുഡ് എന്നും തരംതിരിക്കുക. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണെന്നും കോംപ്ലിമെന്ററി ഗുഡ് ആണെന്ന് നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ ഈ തന്നിട്ടുള്ള സാധനങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നും കോംപ്ലിമെന്ററി ഗുഡ് എന്നും തരംതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: നമ്മൾ ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ, കോവിഡിന്റെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെ, നമ്മൾ മാസ്ക്, സാനിറ്റൈസർ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എന്ത് ചെയ്തു? ഡിമാൻഡ് കൂടി ഇല്ലേ? നമ്മൾ പണ്ട് വാങ്ങിയിരുന്നോ? ഇല്ല, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ, കുറച്ച് ആളുകൾ മാത്രമേ വാങ്ങിയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? അതിന്റെ ഡിമാൻഡ് കൂടി. അപ്പം എന്നാൽ വിലയിൽ മാറ്റില്ല, പണ്ടത്തെ അതേ വില തന്നെയാണ് ഇപ്പോഴും, വലിയൊരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ വിലയിൽ മാറ്റമില്ലാതെ മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടിയത് എങ്ങനെയാണ് ഗ്രാഫിൽ ചിത്രീകരിക്കുക? ഓക്കെ, അപ്പൊ അതും കൂടെ ചെയ്യാം. ഓക്കെ, ഈ ചെയ്യുന്നതിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഉത്തരം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.